ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് ബീഫ് കൊണ്ടൊരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കാം. ബിരിയാണിയുടെ റൈസ് തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത്. ബിരിയാണിയുടെ റൈസ് കൊണ്ടിട്ട് നമുക്ക് ഒരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കാം. ഓക്കെ, ബീഫിനെ ഞാൻ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ കറിക്ക് എടുക്കുന്നതിനേക്കാൾ ഒരല്പം കൂടി വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുക. ബീഫ് ഇവിടെ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും നമുക്ക് ഇറച്ചി ചോറിലേക്കും ഇറച്ചിയിലേക്കും, അതായത് ചോറിലേക്കും ഇറച്ചിയിലേക്കും ഉള്ള മസാല ആണ് എടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളി, ചെറിയ ഉള്ളി, ഒരു 5-6 പച്ചമുളക്, ഒരു 2 വലിയ സബോള അരിഞ്ഞത്, 2 വലിയ തക്കാളി അരിഞ്ഞെടുത്തത്, ഇവ നമുക്കൊന്ന് വഴറ്റി എടുക്കാം. ഇതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ചോറ് വെക്കാൻ ആവശ്യമായ പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചുമന്നുള്ളിയും പച്ചമുളകും ചതച്ചത്, ഇതിലേക്ക് തക്കാളി അരിഞ്ഞത്, ഇതിലേക്ക് പട്ട, 2 ഏലക്ക, 5-8 കുരുമുളക്, 3-4 ഗ്രാമ്പു ഇവ ചേർക്കുക. നമ്മുടെ മസാല ഏകദേശം വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി. ഇറച്ചിക്കറിയുടെ അത്രയും മസാല നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. കാര്യം ചോറുമായിട്ട് കിടക്കാനാണ്. അപ്പോൾ അത് കുറച്ച് മസാലപ്പൊടികളെ ചേർക്കുള്ളൂ. ഇതിലേക്ക് നമ്മൾ 2 നാഴി അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ 2 നാഴി അരിക്ക് ഇരട്ടി വെള്ളം, അതായത് 4 ഗ്ലാസ് വെള്ളം. 2 ഗ്ലാസ് അരിയാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക് കീറാതെ വെറുതെ ഇട്ട് കൊടുക്കുക. ചോറിനും ഇറച്ചിക്കും ആവശ്യമായ മല്ലിച്ചീര, പുതിന, പരലുപ്പാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. പരലുപ്പ് 2 നാഴി അരി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കഴുകിയെടുക്കാം. നമ്മുടെ അരിയുടെ വെള്ളം ഇതാ തിളച്ച് വരികയാണ്. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. നമ്മുടെ അരി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അടച്ചു ഒരു വിസിൽ വരും വരെ ഒന്ന് വേവിക്കാം. ഒറ്റ വിസിൽ മതി. ഈ വിസിൽ വന്ന് ഓഫാക്കി അവിടെ ഇടുക. അത് കഴിയുമ്പോൾ നമ്മുടെ ചോറ് പാകമാവും. അങ്ങനെ നമ്മുടെ ബീഫ് കൊണ്ടുള്ള ഇറച്ചിച്ചോറ് തയ്യാറായിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം. ഇത് ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.